ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒക്ടോബർ 6 ആണ്. എന്നാലും നാളെ ഒക്ടോബർ 7 എൻ്റെ ബർത്ത്ഡേ ആണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയിരിക്കും കേട്ടോ. അങ്ങനെ 30 വർഷങ്ങൾ ഈ ലോകത്ത് വളരെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കാൻ ഇപ്പോഴും പറ്റുന്നതിന് ദൈവത്തിനോട് 1000 നന്ദി പറയാണ് കേട്ടോ. വേഗം എത്രയോ കുഞ്ഞായിട്ടിരുന്ന് ഞാൻ ഇത്രയും വലിയതായിട്ട് രണ്ട് പിള്ളേരുടെ അമ്മയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷവും അതുപോലെ സങ്കടവും ഒരുപാട് പ്രൗഡും തോന്നിയ ഒരു 30 വർഷങ്ങൾ കേട്ടോ. വിഷമമുണ്ടോയെന്ന് ചോദിച്ചാൽ നല്ല വിഷമങ്ങളുണ്ട്, സന്തോഷമുണ്ടോയെന്ന് ചോദിച്ചാൽ കുറേ സന്തോഷങ്ങളുമുണ്ട്, അഭിമാനം തോന്നിയ നിമിഷങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ അതും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം എല്ലാം ഫുൾഫിൽ ചെയ്തൊരു ലൈഫായിരുന്നു കേട്ടോ ഇന്ന് വരെ എൻ്റെ ഈ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു 4 വർഷമായിട്ട് എനിക്ക് കുറച്ചധികം പേര് എൻ്റെ ചുറ്റിലുണ്ട് അല്ലേ. നിങ്ങൾ കുറച്ചധികം പേര് തന്നെ എൻ്റെ ചുറ്റിലുണ്ട്. എന്നെ ഒന്ന് ഞാനൊന്ന് വീഡിയോ ഇട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ശബ്ദം ഒന്ന് മാറിയാൽ, അല്ലെങ്കിൽ എനിക്ക് വിഷമമായാൽ പോലും നിങ്ങളതിപ്പോൾ വേഗം കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ 4 വർഷം കൊണ്ട് നമ്മൾ കുറേ അധികം അടുത്തു എന്നുള്ളതാണ് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട് ഈ 30 വയസ്സെത്തി നിൽക്കുമ്പം. ഒരു കുട്ടി കേരളത്തിനകത്ത് നമ്മൾ കുറേ പേര് അറിയപ്പെടുന്നു എന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അത് വളരെ നല്ല രീതിയിൽ അറിയപ്പെടുന്നു എന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചു സൗണ്ട് എന്തായി ഡിവൈനേന്ന്. സൗണ്ട് ഈ ഒരു ലെവലിൽ നമ്മുടെ നിഹാൽ എത്തിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. എന്താ പറയുക, ഈ 30 വർഷത്തിനിടയിൽ ഇനിയിപ്പോൾ ഞാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാൻ പോകുന്ന കുറച്ച് സമയം ഇതായിരിക്കും. ബട്ട് അതും നമ്മൾ എന്താ പറയുക ഫേസ് ചെയ്യണമല്ലോ. നമുക്ക് വരുന്ന കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഫേസ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാം എത്രത്തോളം ഒരു ഡിഫറൻസ് ഉണ്ടെന്നുള്ളത്. ഞാൻ ആക്ച്വലി ഇതൊരു ഡേ ലൈറ്റിൽ ആരെങ്കിലും കൊണ്ട് ഈ വീഡിയോ എടുപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നമ്മുടെ പ്ലാനുകളൊക്കെ തെറ്റി. ഞാൻ ആക്ച്വലി വൈകുന്നേരം ഇറങ്ങി ചെന്നപ്പോഴത്തേനും ഡിമ്പിൾ പാച്ചുവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുകയാണ്. മമ്മി ഓൾറെഡി അക്കിയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ അവർ ഇതുവരെ ഒരു 9:30 ഇതുവരെ വന്നിട്ടില്ല. അപ്പം എനിക്ക് തോന്നി ഇനി ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന എൻ്റെ ഉറക്കവും ഡിസ്റ്റർബ്ഡ് ആവും, അവരുടെ പണിയും നടക്കില്ല, മമ്മിക്കും വീഡിയോ എടുക്കാനുണ്ട്, എഡിറ്റ് ചെയ്യാനും ഒക്കെ കാണും. അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ തന്നെ പതിവ് പോലെ ഒരു സ്റ്റാൻഡ് വെക്കുക, നിങ്ങളുടെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുക എന്നുള്ളൊരു സെഗ്മെൻറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ പണ്ട് പറയായിരുന്നു ഇങ്ങനെയെങ്കിലും ഒന്ന് 30 വയസ്സായാൽ മതിയായിരുന്നു. എനിക്കെന്തോ ഭയങ്കര 30 വയസ്സാകുമ്പോൾ ഭയങ്കര അച്ചീവ്മെൻറ്റ് പോലെ ആയിരുന്നു പണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. അമ്മ ശരിക്കും എൻ്റെ ഈ പ്രായത്തിലാണ് കല്യാണം കഴിക്കുന്നത് കേട്ടോ. അമ്മയുടെ ഈ പ്രായത്തിൽ എനിക്ക് 2 കുട്ടികളുണ്ട്. അമ്മ എപ്പോഴും പറയും അതൊക്കെ ഓർത്ത് നീ ഭയങ്കര ബ്ലെസ്ഡാന്ന് വിചാരിക്കുക. കാരണം പലർക്കും പല രീതിയിലാണ് സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ ലൈഫിൽ കടന്നു പോവുക. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെറുപ്പം തൊട്ട് പല കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടും അതിലൂടെ നടന്നു വന്നിട്ടും ഒക്കെയുണ്ട്. ഇപ്പോഴായാൽ പോലും നമ്മുടെ മാരീഡ് ലൈഫാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടും. മറ്റേത് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി അല്ലേ. ഞാൻ സത്യം പറഞ്ഞാൽ ബർത്ത്ഡേ ആഘോഷിക്കാറില്ല. ഒരു 7 വയസ്സിന് ശേഷം അങ്ങനെ ആഘോഷിക്കാറില്ല. ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ബർത്ത്ഡേ ആഘോഷിക്കാറില്ല. വീണ്ടും ഇവിടെ വന്നതിന് ശേഷമാണ് ബർത്ത്ഡേ ആഘോഷവും ഗിഫ്റ്റ് കൊടുക്കലും ഒക്കെ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഓരോ രീതിയിലാണ്. ഒരു 5 വർഷമായിട്ട് എൻ്റെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ഒരു 2 വർഷമായിട്ട് എൻ്റെ ലൈഫ് സ്റ്റൈൽ കുറച്ചും കൂടെ ബിസിയാണ്. ചാക്കോ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു എനിക്ക് എന്നെ തന്നെ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നുണ്ടായിരിക്കില്ല. ഞാൻ ബർത്ത്ഡേക്ക് എനിക്ക് തോന്നുന്നു ഞാനൊരു 17ാമത്തെ വയസ്സിൽ ത്രെഡ് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ 14 വർഷമായി ത്രെഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇന്ന് വരെ ബർത്ത്ഡേക്ക് ത്രെഡ് ചെയ്യാതിരുന്നിട്ടില്ല കേട്ടോ. ത്രെഡെങ്കിലും ചെയ്തൊന്ന് ബ്ലീച്ചൊക്കെ ചെയ്തൊന്ന് സുന്ദരിയാവാൻ ഞാൻ ആകെ അതേ ചെയ്യാറുള്ളൂ. ഇപ്പോഴാണ് പിന്നെ ഫേഷ്യലും അതും ഇതൊക്കെ ചെയ്തു തുടങ്ങിയത്. അതുപോലും ഇന്നെനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറച്ച് മുമ്പ് കുളിച്ചപ്പോൾ മുഖം കഴുകിയിട്ട് എൻ്റെ മുഖം ഇങ്ങനെ നോക്കിയപ്പോഴാണ് ത്രെഡ് ചെയ്തില്ലല്ലോ മാതാവേ എന്ന് ഞാൻ ആലോചിച്ചപ്പം അതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയതാണ്. നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ നേരം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മളെ ടേക്ക് കെയർ നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മളെ അപ്പനും അമ്മ നോക്കും, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നോക്കും. അങ്ങനെ നമുക്ക് ഒന്നുകൂടെ എക്സ്ട്രാ പാമ്പറിങ് ആണ്. കല്യാണം കഴിച്ചാൽ ഇതൊക്കെ മാറും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഞാനൊന്ന് ത്രെഡ് ചെയ്യാൻ മറന്നത്. സംഭവം ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയതാണ്. എനിക്ക് തെറാപ്പി ഉള്ള ഡേ ആയിരുന്നു. ഡോൺ ചേട്ടന് റിവ്യൂവിന് പോകേണ്ട ഡേ ആയിരുന്നു. ഡോൺ ചേട്ടൻ ഇന്ന് പറഞ്ഞാൽ നമുക്കൊരു ബർത്ത്ഡേ ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് ഞാനൊരു ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഡോൺ ചേട്ടൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ് ബർത്ത്ഡേ ഡ്രസ്സ്. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റഡ് വാങ്ങിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, സ്വർണ്ണത്തിനൊക്കെ നല്ല പൈസയാണ്, അപ്പോൾ ഇപ്പോൾ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ അതങ്ങ് ഡ്രോപ്പ് ചെയ്തു ഞങ്ങൾ. ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ. ഇപ്പം അതിന് കുറേ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കും.
എനിക്ക് നല്ലൊരു ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നാളെ അത് മോസ്റ്റ്ലി നാളെ ഈ വീഡിയോ ഇടാൻ പറ്റും. ബർത്ത്ഡേ വ്ളോഗായിട്ട് ഇടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടാം. പിന്നെ നാളെ ചൊവ്വാഴ്ച, അതായത് ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ അന്തോണിസുനാളിൻ്റെ പള്ളിയിൽ പോകണം, കുറച്ച് വേറെ ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ട് നോൺ വെജ് ഇല്ല, ഒന്നുമില്ല. നമ്മൾ ചൊവ്വയും ബുധനും ഇപ്പോൾ നോയമ്പെടുത്തിരിക്കുകയാണ്. അപ്പം നല്ലൊരു വെറൈറ്റി ബർത്ത്ഡേ ആയി. എനിക്കങ്ങനെ ഒരു സമയത്തുണ്ടായിരുന്ന ബർത്ത്ഡേ എക്സൈറ്റ്മെൻറ്റ് ഇപ്പോൾ എനിക്കില്ല കേട്ടോ. വളരെ നോർമലായിട്ട് ബർത്ത്ഡേ അല്ലേ ശരി. പിന്നെ ഇപ്പോൾ നമുക്ക് ആകെയുള്ളൊരു സന്തോഷം നമ്മുടെ മക്കൾ നമ്മളെ വിഷ് ചെയ്യാൻ പറഞ്ഞു തുടങ്ങിയല്ലോ. വിഷ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ്. തോമു കഴിഞ്ഞ ആഴ്ചയെ ബിന്ദു മാമിനോട് പോയി പറഞ്ഞു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ഇന്നാണ്. മീൻസ് അവൻ പറഞ്ഞു തന്നവൻ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. മാം കയ്യോടെ ഹാപ്പി ബർത്ത്ഡേ മാം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു മാം ഇന്നല്ല എൻ്റെ ബർത്ത്ഡേ, October 7. മാം എന്നിട്ട് തലയിൽ മറ്റേ തോർത്തിട്ട് പോണ ഒരു സ്മൈലി എനിക്ക് അയച്ചു തന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ പണ്ട് എന്നെ സ്ഥിരമായിട്ട് വിഷ് ചെയ്യുന്ന ഒരാൾ, എനിക്ക് തോന്നുന്നു ഈ ഒരു 29 വർഷത്തിനിടയ്ക്ക് ഒട്ടും വിഷ് ചെയ്യാതിരുന്ന ഒരാൾ, പക്ഷെ ഞാൻ എന്തൊക്കെയാണ് പറയണേ, ഒട്ടും മുടക്കം വരാതെ വിഷ് ചെയ്യുന്ന ഒരാൾ ചിനുക്കുട്ടിയാണ്, അപ്പൻ്റെ നേരെ മൂത്ത ചേട്ടൻ്റെ മോള്. കാരണം ഞങ്ങളുടെ ബർത്ത് ഡേറ്റ് സെയിമാണ്. DOB ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ വേറെ ഉള്ളൂ. ഡേറ്റ് സെയിമാണ് കേട്ടോ, വർഷം മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ചിനുക്കുട്ടിയുടെയും എൻ്റെയും ബർത്ത്ഡേ ആണ്. ചേച്ചിക്ക് 3 മക്കളായിട്ട് UK സെറ്റിൽഡാണ്. അപ്പോൾ എൻ്റെ വക ബർത്ത്ഡേ വിഷസ് ഞാൻ അറിയിക്കുകയാണ് കേട്ടോ. പിന്നെ കുറേ എന്താ പറയുക, ആദ്യം ഫാമിലിയിൽ മാത്രമായിരുന്നു അത്, അച്ഛൻ അമ്മ ചിനുക്കുട്ടി ഇവർ 3 പേര് മാത്രം എന്നെ സ്ഥിരം വിഷ് ചെയ്തുള്ളൂ. നിങ്ങൾ ആഹ്ലാദം കേൾക്കുന്നത് താരെ അവരെത്തിയതിൻ്റെ ആഹ്ലാദമാണ് കേട്ടോ. ബിഗ് ബോസ് തുടങ്ങാനായതാണ്, അപ്പം അതിൻ്റെ ആഹ്ലാദമാണ് കേൾക്കുന്നത്. പിന്നെ എനിക്ക് പതുക്കെ സ്കൂളിൽ പോകുമ്പോൾ പിള്ളേർ കുറച്ച് പേര് വിഷ് ചെയ്യാൻ തുടങ്ങി. കോളേജിൽ പിന്നെയും കുഴപ്പമില്ല. ഓഫീസിലൊക്കെ ആയിരുന്നപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ഹാപ്പി ഫേസ് അവിടെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു, പിന്നെ കുറേ നാളുകൾ ഞാനിങ്ങനെ ഇരുളടഞ്ഞ് ഇരുന്നു. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് എന്നെ വിഷ് ചെയ്തിട്ടുള്ളത്. അവരാരും ഇന്നെൻ്റെ കൂടെ ഇല്ലതാനും. അപ്പോൾ അത് പറയാനും ഞാൻ ആഗ്രഹിക്കണില്ല. അപ്പോൾ അവരും കുറേ എനിക്ക് ബർത്ത്ഡേ സർപ്രൈസസും ബർത്ത്ഡേ ഗിഫ്റ്റും ഒക്കെ തന്നിട്ടുണ്ട്. അവരും വളരെ നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് അറിയുമ്പം വളരെ സന്തോഷമുണ്ട്. പിന്നെ ഡോൺ ചായൻ്റെ എൻട്രി വന്നു. ഞങ്ങളുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചതിന് ശേഷം തൊട്ടുള്ള ബർത്ത്ഡേ, എൻ്റെ കല്യാണം കഴിഞ്ഞുള്ള ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ ക്യാരിയിങ് ആണ്. ഞങ്ങൾ സൈമൺ ചേട്ടൻ്റെ ഹോട്ടലിൽ പോയിട്ടാണ് ഞങ്ങൾ ആഘോഷിച്ചതും ഒക്കെ. കുറേ നല്ല സമയങ്ങൾ കടന്നുപോയി. 30 വർഷങ്ങൾ വളരെ സന്തോഷമായിട്ട് ജീവിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിലിപ്പോൾ എനിക്ക് റീസെൻ്റ്ലി കുറച്ചും കൂടെ പ്രൗഡായിട്ട് തോന്നുന്ന സംഭവം എന്ന് വെച്ചാൽ, എനിക്കൊരു സമയം തൊട്ടുള്ള ഒരു ഡ്രീമായിരുന്നു എബ്രോഡ് പോയി സെറ്റിലാവണം. അത് എന്തായാലും നടക്കില്ല എന്ന് കണ്ടു. പിന്നെ എനിക്കൊന്ന് ഫ്ലൈറ്റിൽ കയറണം. എല്ലാവരും പറയണ്ടില്ല ഇതെന്താ സംഭവം, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കോമഡി ആയിട്ട് തോന്നും. അപ്പോഴെൻ്റെ ഒരു ആഗ്രഹം എൻ്റെ സ്വന്തം അധ്വാനിച്ച പൈസ കൊണ്ട് പോവുക എന്നുള്ളതാണ്. നമ്മൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ കൂടുമ്പോൾ ഭർത്താവായിരിക്കും നമ്മുടെ എല്ലാ എക്സ്പെൻസും എടുക്കുക. അല്ലെ, ട്രാവലിങ്ങൊക്കെ നാം ഷെയർ ചെയ്യുന്നവർ കാണും, അല്ലെങ്കിൽ ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നവർ കാണും, പല രീതിയിൽ കാണും. അപ്പം എനിക്ക് ആകെ കൂടെ ഉണ്ടായിരുന്ന ആഗ്രഹം ഇൻ്റർനാഷണൽ ട്രിപ്പൊന്നും പോയില്ലെങ്കിലും തൊട്ടടുത്ത സ്ഥലത്തെങ്കിലും ഒന്ന് ഫ്ലൈറ്റിലൊന്നും പോയിട്ട് വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതെനിക്ക് ഈ 2 വർഷത്തിനിടയ്ക്ക് വളരെ കാര്യമായിട്ട് നടന്നു. ഈ ഒരു വർഷവും നടന്നു, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷവും നമ്മൾ സൂരത്തിൽ പോവുകയൊക്കെ ചെയ്തു. ഡൊമസ്റ്റിക് ട്രിപ്പാണെങ്കിലും അതെൻ്റെ പൈസയിൽ, എൻ്റെ അധ്വാനിച്ച പൈസ കൊണ്ട് ബിസിനസ് ആവശ്യത്തിന് പോകാൻ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ ഈ 4000-5000 രൂപയുടെ ടിക്കറ്റിനാണ് ഇത്രയ്ക്കും ഡിവൈൻ ബിൽഡപ്പ് കൊടുക്കുന്നത്. പക്ഷേ എന്നെപ്പോലെ ഇത് ആഗ്രഹിക്കുന്ന കുറേ പെണ്ണുങ്ങളുണ്ട് എന്ന് എനിക്ക് പേഴ്സണലി അറിയാം. ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും കാണും, നിങ്ങൾ നോക്കിക്കോ. കുറച്ച് പേർക്കെങ്കിലും ആഗ്രഹം, കുറച്ചുമല്ല കുറേ അധികം അമ്മമാർക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ആഗ്രഹം കാണും. ഒന്ന് ഫ്ലൈറ്റിൽ കയറണം, തൊട്ടടുത്താണെങ്കിലും ഒന്ന് പോയിട്ട് വരണം എന്ന ആഗ്രഹം കാണും അല്ലേ. അതെനിക്ക് സാധിച്ചെടുക്കും. ഞാനെപ്പോഴും അമ്മയോട് കോമഡി ആയിട്ട് പറയും, 2 ദിവസം കൊണ്ട് 4 ഫ്ലൈറ്റിൽ ഞാൻ കയറി ഇറങ്ങി. സൂരത്തിൽ പോയപ്പോൾ നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു, അങ്ങോട്ട് പോകുമ്പോൾ 2 എണ്ണം, തിരിച്ച് വരുമ്പോൾ 2 എണ്ണം, 4 ഫ്ലൈറ്റിൽ കയറി ഇറങ്ങി. ഈ പ്രാവശ്യം പോയപ്പോൾ നമ്മൾ ചെന്നൈക്ക് ബിസിനസ് ആവശ്യത്തിന് പോയപ്പോഴും എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നമുക്ക് കുറേ കാര്യങ്ങൾ എയർപോർട്ടിൽ പോകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അറിയാമായിരുന്നെങ്കിലും എനിക്കിതൊന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ
എൻ്റെ സ്വന്തം കാർഡിൽ പ്രിവിലേജ് കാർഡ് എടുത്ത് എൻ്റെ സ്വന്തം പൈസയിൽ പോവുക, എയർ ലോഞ്ച് ആക്സസ് ചെയ്യുക, ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കിതൊക്കെ എങ്ങനെ അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്കൊരു എന്താ പറയുക പ്രിവിലേജ് കാർഡ് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തേക്കാണ്. കാരണം നമ്മൾ പോവും, ഇനി പോകാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മടുപ്പില്ല, നമ്മളിനി പോവും. എൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഇയർലി ട്വൈസ് ആണ് നമുക്ക് ഇത് വരിക, ലോഞ്ച് ആക്സസിൻ്റെ വരിക. ഇപ്പോൾ ഞാൻ ഇസാഫിൻ്റെ അക്കൗണ്ടാണ് തുടങ്ങിയേക്കുന്നത്. അപ്പോൾ അതിൽ ഇയർലി വൺസേ ഉള്ളൂ. നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഡ്രീം ചെയ്യണം. ഇപ്പം ഞാൻ അങ്ങനെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ അധികം ഡ്രീം വെച്ചിട്ട് ഞാൻ കോടി ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുമില്ല. എൻ്റെ ഒരു കൊച്ചു ലോകത്ത് എനിക്ക് വളരെ ഹാപ്പി ആയിട്ട് എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിനെയും വീട്ടുകാരെയും എൻ്റെ പേരൻസിനെയും വളരെ നന്നായിട്ട് കൊണ്ടുപോകണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അത് ദൈവം നടത്തി തരുന്നുമുണ്ട് കേട്ടോ. അതിലൊക്കെ നിങ്ങളുടെ സപ്പോർട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതുകൊണ്ടാണ് എനിക്ക് പൈസ കിട്ടുന്നത് അല്ലേ. ഞാൻ ചുമ്മാ കുറേ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് യൂട്യൂബ് പൈസ തരില്ല. നിങ്ങൾ കണ്ട് അതിൻ്റെ കുറേ കടമ്പകൾ കഴിഞ്ഞിട്ടാണ് എനിക്കൊരു വരുമാനം കിട്ടി തുടങ്ങിയത്. ഭയങ്കര സന്തോഷമുണ്ട് എനിക്കതിൽ. അപ്പോൾ എൻ്റെ ഈ ഒരു ജേണിയിൽ നിങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. ഈ ഒരു 4 വർഷത്തിൽ എന്നെ ഞാനാക്കി, അല്ലെങ്കിൽ എന്നിലും നന്മയുണ്ട് എന്ന് 4 പേര് പറഞ്ഞു തുടങ്ങിയത് ഇതിന് വന്നതിന് ശേഷം. മറ്റേത് നമ്മുടെ വീട്ടുകാർക്ക് മാത്രമേ നമ്മളെപ്പറ്റി അറിയുള്ളൂ അല്ലേ. പിന്നെ അമ്മ ഇപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ പറയാണ്, ഞാൻ ഈ സൺഡേ പള്ളിയിൽ പോയപ്പം നിൻ്റെ സബ്സ്ക്രൈബറാണ്, മോറോവർ നമ്മുടെ ഇടവക്കാരിയും കൂടെയാണ്, നിന്നെ അന്വേഷിച്ചു, രേണു എന്നാണ് പേര് പറഞ്ഞിട്ടോ. രേണുവിന് ഒരുപാട് നന്ദിയുണ്ട്. ഇതിലെ പലരും എൻ്റെ അമ്മേനെ കാണുമ്പോൾ പോയി പരിചയപ്പെടുക മിണ്ടുകയൊക്കെ ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പം ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അച്ഛൻ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും വലിയ താല്പര്യമില്ല, ഇതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടും അച്ഛനോട് അങ്ങനെ ആരും ചോദിക്കാറില്ല. ബട്ട് അമ്മ ഭയങ്കര ഹാപ്പിയാണ് അതിൽ. നമ്മുടെ മക്കളെക്കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കാനാണ് എനിക്കാണല്ലോ അങ്ങനെയാണ്. എൻ്റെ മക്കളെ ആര് കുറ്റം പറഞ്ഞാലും അത് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും എനിക്കിഷ്ടമില്ല. ഞാൻ എപ്പോഴും പറയും അവനവൻ്റെ കാര്യം നോക്കുക, വല്ലാണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് ഇടപെടാണ്ടിരിക്കുക. ഞാനും അങ്ങനെയാണ് എൻ്റെ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നത്. എൻ്റെ മക്കളുടെ കാര്യം ടു Z കാര്യങ്ങൾ എനിക്ക് തന്നെ ചെയ്യണം, അതിൽ വേറൊരാളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുള്ള ആഗ്രഹമുള്ള പലരും പറയും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഒരിക്കലല്ല, നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുക, അതിനകത്ത് ഒരാളെ നമ്മൾ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു പോളിസി. സോ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അമ്മ ഇടയ്ക്ക് പറയും നിൻ്റെ മക്കളെ ഞാനൊന്ന് കുളിപ്പിച്ചിട്ട് പോലുമില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അമ്മയ്ക്ക് വയ്യ എന്നുള്ളത് എനിക്കറിയാം. എനിക്ക് ആഗ്രഹം കാണും എൻ്റെ അമ്മ എൻ്റെ മക്കളെ കുളിപ്പിക്കും. പക്ഷെ എൻ്റെ അമ്മയുടെ ആരോഗ്യസ്ഥിതി നോക്കണം. എനിക്കൊന്ന് തോമുനെ മാത്രമേ അമ്മ ഒരാഴ്ച കുളിപ്പിച്ചിട്ടുണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞില്ല, നമുക്കറിയാം നമ്മുടെ അമ്മയ്ക്ക് വയ്യ, എന്നിട്ട് നമ്മൾ ഇത്രയും കാര്യമായിട്ട് ഹെൽത്ത് വയ്യാഞ്ഞിട്ടും എന്നെ കുളിപ്പിക്കുകയും, തോമുൻ്റെ എന്നെ ശരിക്കും 1 മാസം കുളിപ്പിക്കുകയും ഭക്ഷണം ഉണ്ടാക്കി തരികയും ഒക്കെ. കാരണം അമ്മയ്ക്ക് 60+ ആണ്, അമ്മയ്ക്ക് ആരോഗ്യമില്ല. അപ്പം നമ്മൾ അതറിഞ്ഞും കണ്ട് വേണം നമ്മൾ നിൽക്കാനായിട്ട്. ഇപ്പം നമ്മളൊരു പ്രായം വരെ പൊന്നുപോലെ കൊണ്ട് നടത്തി, ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ വേണം അവരെ ടേക്ക് കെയർ ചെയ്യാൻ എല്ലാ രീതിയിലും. അപ്പോൾ ഞാൻ ഈയിടയ്ക്ക് നമ്മുടെ തൃശ്ശൂർ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കാണാണ്, ഗേൾസ് ട്രിപ്പ്, അമ്മമാർ മക്കളെ കൊണ്ട് പോവുക, അല്ലെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾ ഒരുമിച്ച് പോവുക, അങ്ങനെ. അപ്പോൾ എനിക്ക് അപ്പോൾ തൊട്ടൊരാഗ്രഹം അമ്മേനെ കൊണ്ടൊരു കുട്ടി ട്രിപ്പ് പോയാലോ എന്നൊക്കെ. പക്ഷെ അമ്മ വരില്ല. പിന്നെ അമ്മയ്ക്ക് വീസിങ് ട്രബിൾ ഉള്ളതുകൊണ്ട് ഞാൻ അധികം റിസ്ക് എടുക്കില്ല. എനിക്ക് ഡോൺ ചേട്ടനോട് എവിടെയെങ്കിലും ഒരു ദിവസം ഞാനും ഡോൺ ചേട്ടനുമായിട്ട് മാത്രം ഒരു ട്രിപ്പ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. കാരണം ഞങ്ങളങ്ങനെ യാത്രകൾ പോയിട്ടില്ല, ഒന്നിച്ച് ഹണിമൂൺ പോലും ഞങ്ങൾ പോയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഓർക്കുമ്പോൾ വിഷമമുണ്ട് കേട്ടോ. അന്ന് നമുക്ക് കൊറോണ ആയിരുന്നെങ്കിലും പിന്നെ കൺസീവായി, ഫസ്റ്റ് മന്ത് തന്നെ കൺസീവായി. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നടന്നിട്ടില്ല. പിന്നെ തോമുവിനെ കൊണ്ടാണ് ഞങ്ങൾ ആദ്യമായിട്ടൊരു റിസോർട്ടിൽ പീരിമേട്ടിൽ പോണത് കേട്ടോ. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന പോലെ പലരെയും ഞാൻ കാണാറുണ്ട്. നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു ടൈം വേണം, നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം, മക്കളെ ഒന്ന് മാറ്റി നിർത്തി. കുറേ ഡോക്ടേഴ്സിൻ്റെ ടോക്ക് ഞാൻ കേൾക്കാറുണ്ട്. അപ്പം ആ ഒരു സമയത്തിൽ എത്തണമെങ്കിൽ കുറച്ചധികം വർഷങ്ങൾ വേണ്ടി വരും. അപ്പോഴത്തേനും മുതുക്കിയാവും. എന്നാലും നോക്കാം. ഇപ്പം നമുക്ക് സന്തോഷമായിട്ട് പോകാൻ പറ്റുന്നത് തന്നെ വലിയ വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കേട്ടോ. ഈ ഒരു 30 വർഷങ്ങൾ ഇങ്ങനെ സന്തോഷമായിട്ട് ഇപ്പോൾ 4 വർഷമായിട്ട് നിങ്ങളും എൻ്റെ കൂടെ ഉണ്ട്. ഭയങ്കര ഞാൻ മേളിൽ നോക്കുമ്പോൾ എല്ലാവരും പറയും അന്തയാണോ എന്ന് ചോദിക്കും. പെട്ടെന്ന് നമുക്ക് എനിക്ക് പെട്ടെന്ന് ഇമോഷൻ വരുന്ന കൂട്ടത്തിലാണ്. പക്ഷെ അത് മാക്സിമം കാണിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. പക്ഷെ ഇത് ക്യാമറയാണ്, എനിക്ക് ചുറ്റും ആരുമില്ല.
റെക്കോർഡ് ചെയ്യുന്നൊരു വീഡിയോ. പക്ഷെ ചില സമയങ്ങൾക്ക് നമുക്ക് നമ്മുടെ കണ്ണിനെ പിടിച്ചു വെക്കാൻ പറ്റും. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴാണ് ഞാനിങ്ങനെ മുകളിലോട്ട് നോക്കുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് പറയുന്നത്. എനിക്ക് ചില സമയത്ത് എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വരുന്നൊരു നിമിഷങ്ങളുണ്ട്. ആ സമയം ഞാൻ എന്നെ തന്നെ ഹൈഡ് ചെയ്യുന്നതാണ് ഇങ്ങനെ മുകളിലോട്ട് നോക്കുക, അങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക ഒക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഞാൻ കുളിച്ചൊന്നും റെഡിയായിട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഭയങ്കര തലവേദനയാണ്. പുറത്ത് നല്ല വെയിലല്ലേ, അപ്പോൾ പോയിട്ട് വരുമ്പോഴത്തേനും ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പം ഇപ്പം എൻ്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം, എൻ്റെ വോയിസ് എനിക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ എൻ്റെ സപ്പോർട്ട് സിസ്റ്റം നിഹാലാണ് കേട്ടോ. അപ്പോൾ നിഹാലിനെയും എൻ്റെ സ്പെഷ്യൽ പ്രയാസം ഉണ്ടാവും. കാരണം ആളാണ് എൻ്റെ വോയിസ് ഇപ്പം ബാക്ക് ടു നോർമൽ ഇതിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. എന്നെക്കാളും ചെറുപ്പമെന്നാണ് പറഞ്ഞത്. പക്ഷെ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര വലിയ വലിയ കാര്യങ്ങളാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി നിഹാലിനെ ഭയങ്കര ഇഷ്ടമായി. അപ്പം താങ്ക് യു സോ മച്ച്. എൻ്റെ ഒരു ജേണിയിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക, നിങ്ങൾ പ്രാർത്ഥനയിൽ വെക്കുക. ഇനിയും ഇതുപോലെ സന്തോഷമായിട്ട് ജീവിതം കൊണ്ട് പോകാൻ പറ്റട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ഒരു എല്ലാവരും പറയും യൂട്യൂബൊന്നും ശാശ്വതമല്ലാന്ന്. ഇപ്പം എനിക്ക് ആകെ ഒരു ശാശ്വതമായിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു സ്പേസ് ആണല്ലേ. നമുക്ക് പുറത്തു പോയി ജോലി ചെയ്യേണ്ട, വീട്ടിലിരുന്ന് തന്നെ മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്ത് നമുക്ക് വീട്ടിലിരുന്ന് വരുമാനം കിട്ടും അല്ലേ. അതൊക്കെ ഞാനിപ്പോൾ ആലോചിക്കുന്നുള്ളൂ. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ലവ്. അപ്പം എല്ലാവർക്കും നന്ദി.